CPI ആഞ്ഞിലിപ്ര ബ്രാഞ്ച് സമ്മേളനം നടന്നു. ചെട്ടികുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. CPI ചെട്ടികുളങ്ങര ആഞ്ഞിലിപ്ര ബ്രാഞ്ച് സമ്മേളനം നടന്നു. മുതിർന്ന നേതാവ് PM രാധാകൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. CPI സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്. സമ്മേളനം ചെട്ടികുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിനും എതിരായിട്ട് സമരങ്ങളാണെങ്കിൽ സമരം, അതിന് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കും. ആ രീതിയിൽ ഇടപെടൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. എന്നും CPI ഇവിടുത്തെ സാധാരണക്കാരുടെ ഉണ്ടാവും. പിന്നെ 2ാം വാർഡിലെ 1ാം വാർഡിലെയും ജനകീയ വിഷയങ്ങളിലെ ഈ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. തോണ്ടിൽ പാഠശാലയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റോഡിൻ്റെ വിഷയം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ജയനാണ് എന്നെ അറിയിക്കുന്നത്. ഡിസംബർ മാസത്തിൽ നമ്മുടെ പാർട്ടിയുടെ 100ാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നു പാർട്ടിയെ കൂടുതൽ സംഘടനാശേഷിയുള്ള പാർട്ടിയാക്കി മാറ്റും, ജനകീയ അംഗീകാരമുള്ള പാർട്ടിയായി മാറ്റുന്നതിനും വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തന രീതി അവലംബിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറെ കൂടെ ജനകീയമായ പാർട്ടിയായി നമ്മുടെ പാർട്ടിയെ മാറ്റിയെടുക്കാൻ വേണ്ടി പാർട്ടിയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി വ്യാപൃതമാകണം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ അത്തരം വിഷയങ്ങൾ ഇടപെടണമെന്ന് തീരുമാനിച്ചതിൻ്റെ ആ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉദ്ഘാടന പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബ്രാഞ്ച് കമ്മിറ്റി ഈ പ്രദേശത്തെ ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുകയും ആ ജനകീയ വിഷയങ്ങളിൽ മന്ത്രിയെ വരെ കൊണ്ടുവന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞതും വളരെ അഭിമാനകരമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം അതിനെ അഭിമാനത്തോടുകൂടും ആ സംരംഭം ഏറ്റെടുത്ത പാർട്ടി അഭിനന്ദിക്കുവാനും തയ്യാറായി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ അംഗീകാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഈ കരിപ്പുഴ പ്രദേശം എന്ന് പറയുന്നത്, ആഞ്ഞിലിപ്ര കരിപ്പുഴ പ്രദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ശക്തി കേന്ദ്രമായിരുന്നു നേരത്തെയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാർട്ടി ഏത് രാഷ്ട്രീയ നിലപാടെടുക്കണം എന്ന് വളരെ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങൾ മാറുമ്പോഴാണ് പാർട്ടി കോൺഗ്രസിൽ ദേശീയ തലത്തിലൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത്. സാധാരണ മറ്റു പാർട്ടികളൊക്കെ ദേശീയ നേതാക്കൾ നയം രൂപീകരിക്കും, താഴെ അറ്റം വരെയുള്ള അതിൻ്റെ പ്രവർത്തകർ അതനുസരിക്കും. അങ്ങനെ ഒരു പാർട്ടിയല്ല നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടി സഖാക്കൾ രൂപീകരിക്കുന്ന അഭിപ്രായം ദേശീയ തലത്തിൽ ഏകോപിപ്പിച്ച് പൊതു അഭിപ്രായമാക്കി എടുക്കുന്ന സമീപനമാണ് നമ്മുടെ പാർട്ടി സ്വീകരിക്കുന്നത്. നമ്മുടെ പാർട്ടി കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ദേശീയ തലത്തിലാണ് തീരുമാനം കൈക്കൊള്ളുന്നതെങ്കിലും ആ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും താഴെ അറ്റം വരെയുള്ള നമ്മുടെ സാധാരണ സഖാക്കൾക്ക് വരെ ആ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവുമുള്ള പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം പാർട്ടിയല്ല, ഇതൊരു സാർവദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ട പാർട്ടിയാണ് നമ്മുടെ. മുതിർന്ന നേതാവ് PM രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി. മുതിർന്ന പ്രവർത്തകരെയും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. കർഷകരെയും കർഷക തൊഴിലാളികളെയും CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N ശ്രീകുമാർ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജയകുമാർ നമ്പിയുടേത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം പ്രസാദ് അവതരിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി G ബാബു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുശീല, വിജയകുമാർ, രാജേഷ്, മുതിർന്ന അംഗങ്ങളായ ഗോപിനാഥൻ, കൃഷ്ണൻകുട്ടി, ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി ജയകുമാർ നമ്പിയുടേതിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി രാജുവിനെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് രാജു സ്വാഗതവും സതീശൻ കൃതജ്ഞതയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.